Hi students. Freedom of press എന്നൊരു ടോപ്പിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തു. സോ ഇന്നും പ്രസ് ലോസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് തരാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയ പ്രസ് ലോസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഫ്രീഡം ഓഫ് പ്രസ് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആർട്ടിക്കിൾ 19(1)(a)ലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതിന്റെ സോവറിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ഫോറിൻ കൺട്രീസ്, പബ്ലിക് ഓർഡർ, അങ്ങനെ ആ ഒരു റീസണബിൾ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ആർട്ടിക്കിൾ 19(2)ലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് നിർബന്ധമായും കാണാം. ആൻഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്ട് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് 1923. ഈ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ കാണാൻ സാധിക്കും. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ആക്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്, പബ്ലിഷേഴ്സ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് ദെൻ റൈറ്റ് സൈഡിലെ ഇയർ വന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്. So, Official Secrets Act 1923. As per the Official Secrets Act, no editor, publisher, author or journalist should make any sketch, plan or a note which is or may be useful to any enemy. അതായത് ശത്രുക്കൾക്ക് എതിരായി നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പകരം വീട്ടുന്നതിന് വേണ്ടിയോ അത്തരത്തിലൊന്നും ഒരു എഡിറ്ററോ പബ്ലിഷറോ ഓതറോ ജേർണലിസ്റ്റുകളോ ഈ ഒരു നമ്മളുടെ പദവി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് editor, publisher, author or journalist should obtain, collect, record or publish or communicate to any other person any secret official code or password or any sketch, article or note or other document or information which may be directly or indirectly useful to an enemy or to a foreign agent or which relates to a matter the disclosure of which is likely to affect the sovereignty and integrity of India, the security of the state or friendly relations with foreign states. ഇത് sections 3 to 5ലാണ് ഈ ഒരു ആക്ടിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. In case of infringement of these provisions, the act provides for punishment for a period which may ഒരു 3 years തടവും 3 years അല്ലെങ്കിൽ 14 years. 3 to 14 years ആണ് പണിഷ്മെന്റ് കൊടുക്കുന്നത്. 3 to 14 yearsൽ തടവ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഒഫൻസ്. അദ്ദേഹം ചെയ്ത ഒഫൻസിനെ റിലേറ്റഡ് ചെയ്തിട്ട് ആ ഒരു 3 to 14 yearsൽ എത്ര വർഷമാണ് എന്നൊരു കാലാവധി തീരുമാനിക്കും ആസ് പെർ സെക്ഷൻ 3. ഓക്കെ, സോ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പറയുന്നത് ഇത്രയാണ്. നമ്മൾക്ക് make any sketch, plan or a note which is or may be useful to any enemy. That is Official Secrets Act. Okay. Next, Contempt of Court Act. Contempt of Court എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്കെതിരായിട്ട് കോടതി ഒരു ജസ്റ്റിസ് ഒരു വിധി ഒരു വേർഡിക്റ്റ് പറഞ്ഞു, അതിനെതിരായിട്ട് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് എന്ന് പറയുന്നത് 1971 ആണ്. ആൻഡ് ഇത് ഒരിക്കൽ അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 1976. ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ആക്ട് Indecent Representation of Women Act. Indecent Representation of Women Act Prohibition Act. Okay, so ഇത് 1986ലാണ് ഈ ഒരു ആക്ട് പറയുന്നത്. This act prohibits indecent representation of women through advertisements or in publication. Indecent representation of women means the depiction in any manner of the figure of a woman, her form or body or any part thereof in a way as to have the effect of being indecent or derogatory to women
or is likely to injure public morality. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അവരുടെ ശരീര ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഇൻഡിസെന്റ് ആയിട്ടുള്ള പ്രവർത്തികൾ നടന്നാൽ അതിനെതിരെയുള്ള ഒരു ആക്ട് ആണ്, അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ. 1986 ഈ ഒരു ആക്ട് വന്നത്. ഇതും സെക്ഷൻ 3 ഈ ആക്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നത്. സെക്ഷൻ 3 പറയുന്നത് ഇങ്ങനെയാണ്: No person shall publish advertisementuകൾ which contain indecent representation of women in form. Okay. Then further section 4 prohibits publication or sending by post of books, papers, etc. which contains indecent representation of women in any form. Okay. Then section 6 പറയുന്നത് any person who contravenes these provisions shall be punishable on first conviction with imprisonment up to 2 years. ഇതിന് ഫൈന് കൂടിയുണ്ട്. അത് 2000 rupees ആണ് ഫൈൻ വരുന്നത്. ആൻഡ് ഓൺ സബ്സിക്വന്റ് കൺവിക്ഷൻ വിത്ത് ഇംപ്രിസൺ ഫോർ ലെസ് ദാൻ 6 months. ഇത് നമ്മൾ ചെയ്യുന്ന ഒഫൻസ് പോലെ ഇരിക്കും. ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 years ആൻഡ് എ ഫൈൻ ബിറ്റ്വീൻ 10,000 rupees and 1 lakh rupees. Okay, up to 1 lakh rupees ആണ് ഫൈൻ വരുന്നത്. ആൻഡ് ലോ ഓഫ് ലിബൽ ഓർ ഡിഫേമേഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാനനഷ്ടം അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെ പറയും. അതിനെതിരെയുള്ള നിയമം എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിട്ടൺ ഫോം ഓഫ് ഡിഫേമേഷൻ. റിട്ടൺ ഫോം ഓഫ് ഡിഫേമേഷൻ ആണ് നമ്മൾ ലിബൽ എന്ന് പറയുക. അത് കൂടാതെ നമ്മൾ സവായ കൊണ്ട് സംസാരിച്ച് ഒരാളെ വ്യക്തിപരമായിട്ട് മാനഹാനി പരിവർത്തുമെങ്കിൽ അതിനെ നമ്മൾ സ്ലാൻഡർ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ദ സ്പോക്കൺ ഫോം ഓഫ് ഡിഫേമേഷൻ. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പാർലമെന്ററി പ്രിവിലേജിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫിറോസ് ഗാന്ധി ആക്ട് എന്ന് കൂടി വിളിക്കുന്ന ഒരു ആക്ട് ആണ്. ഫിറോസ് ഗാന്ധി ആക്ട്. Rose Gandhi Act. So, journalists have to take care while reporting proceedings of Parliament or state legislatures. Parliamentary proceedings protection of Act എന്ന് പറയുന്നത് 1956 ശരിക്കും ഇതിനെ ഫിറോസ് ഗാന്ധി ആക്ട് എന്നാണ് വിളിക്കുന്നത്. That no person should be liable to any proceeding, civil or criminal, in respect of a publication in the newspaper of a substantially true report of any proceedings of either House of Parliament. ഇതിനൊരു അമെൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നു 1978 45th Amendment Act of Indian Constitution പറയുന്നത് constitutional authority to Firoz Gandhi Act and extends protection to publication of state legislature proceedings. Okay. ഇനി ഇത്രയും ആക്ടുകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീഡം ഓഫ് പ്രസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Freedom of press is not specifically mentioned in Article 19(1)(a) of the Constitution, and what is mentioned there is only freedom of speech and expression എന്ന കാര്യം മാത്രമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതാണ് പ്രസ് ലോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. 1901 അത് പറയുന്നത്. ഈ ഒരു നിയമം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് കൊണ്ടുവന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. In the Constituent Assembly debates it was made clear by Dr. BR അംബേദ്കർ, chairman of the drafting committee. ആ ഒരു സമയത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. No special mention of the freedom of, അപ്പോ ഒരു പ്രസ് എന്നവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എടുത്തു പറഞ്ഞ വ്യക്തി അദ്ദേഹമായിരുന്നു. And all of the press and an individual or a citizens were the same as for their rights of expression was concerned എന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. And the framers of the Indian Constitution considered freedom of press as an essential part of the freedom of speech and expression as guaranteed in Article 19(1)(a) of the Constitution. However, the freedom of the press is not absolute, just as the freedom of expression is not. Public interest has to be safeguarded by Article 19(2)
which lays down reasonable limitations to the freedom of expressions in matters affecting, that is, sovereignty and integrity of the state, security of the state, friendly relations with foreign countries, public order, decency and morality, then contempt of court 1971, defamation, then incitement to an offense. Besides the restrictions imposed in the press by the Constitution, there exist various other laws which further curtail press freedom and the right of the citizens. അത്തരത്തിലുള്ള ലോസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. That is Official Secrets Act 1923, then Contempt of Court Act 1971, then Indecent Representation of Women Act 1986, and defamation, then parliamentary privileges. Okay, അപ്പോൾ ഇത്രയും ലോസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.